hello dear JEEnius Community. നമ്മുടെ 50-day crash course ഫിസിക്സിൻ്റെ അടുത്തൊരു ചാപ്റ്ററുമായിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച പോലെ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ഭാഗത്തെ ചോദ്യങ്ങളും അതിൻ്റെ തിയറീസുമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അബ്ദുൽ ബാസിത്ത് ഹലോ കാണുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. റൈറ്റ് നൗ നമ്മൾ ഡയറക്റ്റായിട്ട് ചാപ്റ്ററിലേക്ക് കയറുകയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറഞ്ഞ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് വളരെ അഡ്വാൻറ്റേജോട് കൂടെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബട്ട് യു ഷുഡ് ഹാവ് ടു സ്ട്രോങ് യുവർ ബേസിക്സ് സെറ്റായിട്ടിരിക്കണം. നിവേദിനെയും അക്ഷയനെയും ഒക്കെ കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ സെഷൻ കെമിസ്ട്രി അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു, സോളിഡ് സ്റ്റേറ്റ് ഒക്കെ. ഓക്കെ, റൈറ്റ് നൗ നമ്മൾ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ഫിസിക്സിൻ്റെ ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒന്ന് ഓഫ് കോഴ്സ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണ വേണം. നമ്മൾ പ്ലസ് ടുയുടെ ആദ്യ ഭാഗത്ത് പഠിക്കുന്ന ചാർജ് എന്താണ്, അതിൽ നിന്ന് നമ്മൾ കൂളോം ഫോഴ്സ് ഉണ്ടാക്കി, അതേപോലെ തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷേ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ടില്ല. ബട്ട് എങ്കിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പല ആളുകൾക്കും കമ്പാരറ്റീവ്ലി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാകാഞ്ഞിട്ടാണ്. അപ്പോൾ എനിവേ, ഒരു കാര്യം ഈ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു പോയിന്റ് ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ അതിൻ്റെ എന്ത് കണ്ടു, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു, അതിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ കണ്ടു, അങ്ങനെ അതിൻ്റെ ഫോഴ്സ് കണ്ടു, കൂളോം ഫോഴ്സ് ആണ്. ഇനി ഈ ചാർജിലേക്ക് വരുന്ന സമയത്ത്, ഈ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇവിടെ ചാർജിന് പകരം നമുക്കുള്ളത് കറണ്ടാണ്. ബേസിക്കലി കറണ്ടിനെ കുറിച്ചാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ കറണ്ടിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇവിടെ ചാർജിന് പകരം കറണ്ടാണ്. സോ കറണ്ടിനെ കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ടാകും, ആ കറണ്ടിനെ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ വക കാര്യങ്ങളായിരിക്കും നിങ്ങൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ കറണ്ടും അതേപോലെ തന്നെ ചാർജും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, അതും കൂടെ അറിഞ്ഞിരുന്നാൽ അടിപൊളിയായി. I = dq/dt. അതായത് ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈം. അതിന് വിളിക്കുന്ന പേരാണ് കറണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കറണ്ടിനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ കാണുക, കുറേയധികം ചാർജുകൾ ഇങ്ങനെ പോകുന്നതായിട്ടായിരിക്കും കാണുന്നത്. എനിവേ, ഇവിടെ അപ്പോൾ കറണ്ടിൽ നിന്നുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഫോഴ്സ് അറിയണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ വക കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഒരു ചാർജ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ. ഇനി എൻ്റെ കറണ്ട് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. മേ ബി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചുറ്റിനും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി, അതിന് ചുറ്റിനും ഈ ഡയറക്ഷനിൽ നിന്നുണ്ടാകും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് ഞാനൊരു ചാർജ് വെറുതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചാർജ് വെറുതെ വെച്ചു, മേ ബി സംവെയർ ഹിയർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ദിസ് ഈസ് സം മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ ഉണ്ടാവില്ല, കെർവ്ഡ് ആയിട്ടായിരിക്കും, ബട്ട് ഞാൻ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുപോയിട്ട് ഞാനൊരു ചാർജ് Q എന്ന് പറയുന്ന ചാർജ് വെറുതെ വെച്ചു, വിച്ച് മീൻസ് ദിസ് ഈസ് അറ്റ് റെസ്റ്റ്. ഇത് റെസ്റ്റിലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കേണ്ടത്, വേർ ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ദ ഫോഴ്സ് ഡ്യൂ ടു ദിസ് മാഗ്നറ്റിക് ഫീൽഡ് is equal to 0. അതായത് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകില്ല എന്നർത്ഥം, ചാർജ് ഫോഴ്സ് ഉണ്ടാവില്ല എന്നർത്ഥം. നിങ്ങളിത് ബേസിക് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ഒരു എന്ത് കൊണ്ടുപോയി വെച്ചു, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഒരു ചാർജ് Q എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F = QE ആയിരിക്കും, റൈറ്റ്. പക്ഷേ ഒരു ചാർജ്
വെറുതെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഒരിക്കലും അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ വെലോസിറ്റി ഓഫ് ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നുള്ളൂ. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നൗ ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നോക്കുക, നിങ്ങൾക്ക് ഫോഴ്സ് ഡ്യൂ ടു എ മാഗ്നറ്റിക് ഫീൽഡ് കാണണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ചാർജ് വെച്ചു, ഹാവിങ് സം മാഗ്നിറ്റ്യൂഡ് ക്യൂ ഉള്ള ഒരു ചാർജ് വെച്ചു, അതിനൊരു വി എന്ന് പറയുന്ന വെലോസിറ്റിയും കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? ആ ഫോഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് is equal to F is equal to Q into V cross B, where V is the velocity of the charged particle and B is the magnetic field. ഞാൻ വെച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് B, അതേപോലെ തന്നെ എൻ്റെ ചാർജിൻ്റെ വെലോസിറ്റിയാണ് V എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഈ പിക്ചർ നിങ്ങൾ ചിലപ്പോൾ ലാബിലൊക്കെ വലിയ ക്ലാസ്സിൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകൾ, അതായത് അതിൻ്റെ റേഡിയസ്, കർവ്, മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾ മേ ബി പ്ലസ് ടുവിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചിലപ്പം വരുന്ന ഹയർ ലെവൽ ക്ലാസ്സുകളിലൊക്കെ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു എക്സ്പെരിമെൻ്റ് അത്. ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു നോബ് ഉണ്ടാകും, ആ റേഡിയസ് ഇങ്ങനെ ആ ഒരു ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ റേഡിയസ് ഇങ്ങനെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിവേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, ഈ ഒരു കാര്യം പക്കാ ക്ലിയർ അല്ലേ? F is equal to Q into V cross B. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കാണും? സിമ്പിൾ. ഇവിടെ ചാർജ് is equal to Q into V cross B. So the F will be in the direction of V cross B. V cross B ഏത് ഡയറക്ഷനിലാണോ അതിലാണ് കാണേണ്ടത്. എങ്ങനെ V cross Bയുടെ ഡയറക്ഷൻ കാണാം? ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താൽ മതി. അതെങ്ങനെ? V cross B. അപ്പോൾ വിയിൽ നിന്നും ബിയിലേക്ക് ക്രോസ് ചെയ്യാം. നിങ്ങൾ നോക്കിക്കേ, വിയിൽ നിന്നും ബിയിലേക്ക് ക്രോസ് ചെയ്താൽ ഇങ്ങോട്ടല്ലേ കിട്ടുക നിങ്ങളെ തമ്പ്. അപ്പോൾ വിയിൽ നിന്നും ബിയിലേക്ക് ക്രോസ് ചെയ്താൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഡയറക്ഷൻ ഇതാണ്. വിച്ച് മീൻസ് അതാണ് നിങ്ങളെ മാഗ്നെറ്റോസ്റ്റാറ്റിക്സിലെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഫോഴ്സ് ഡ്യൂ ടു ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോടാ? ഇനി നോക്കിക്കേ, ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാണ്. സപ്പോസ് അവർ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് എൻ്ററിങ് ഇൻ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു വെലോസിറ്റി ഉണ്ട്, അവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കിക്കോ, ഇങ്ങനെ വെച്ചാൽ അതിനർത്ഥം എന്താ? ഓഫ് കോഴ്സ് ദിസ് വിൽ ബി ഇൻ ടു ദ പേപ്പർ അല്ലെ? ഇൻ ടു ദ പേപ്പർ ആണ്, ക്രോസ് ആണുള്ളത്. സോ ഇൻ ടു ദ പേപ്പർ ആണ്. ഇനി അവിടെ ഞാൻ ഇനീഷ്യലി ഒരു ചെറിയ ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൊണ്ടുപോയി വെച്ചു. എന്താ സംഭവിക്കുക? ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ട്, ഇതിലേക്ക് എൻ്റർ ചെയ്യാന്ന് വിചാരിച്ചു, ഇതിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യാന്ന് വിചാരിച്ചോ. തീർച്ചയായിട്ടും എൻ്റെ വി ഇങ്ങോട്ടാണ്, അതേപോലെ തന്നെ ബി ഇതിന് പെർപെൻഡിക്കുലർ ആണ്, വി ക്രോസ് ബി. അപ്പോൾ ഇതിന് രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് തിരിയും. ഈ ഡയറക്ഷനിലല്ലേ ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു, വിച്ച് മീൻസ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മേ ബി ഇങ്ങോട്ട് തിരിഞ്ഞു എന്ന് വെച്ചോ. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കൂലേ വെലോസിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സർക്കുലാർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടായി വീണ്ടും വി ക്രോസ് ബി, വി ക്രോസ് ബി, ബി ഇങ്ങോട്ടാണ്, വി ഇങ്ങോട്ടാണ്. സോ വി ക്രോസ് ബി ചെയ്യുന്ന സമയത്ത് വീണ്ടും എനിക്ക് എന്ത് കിട്ടും? ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടാകും. ഓക്കെ, നൗ ഏതൊരു സാധനം കറങ്ങണമെന്നുണ്ടെങ്കിലും അതിൻ്റെ കണ്ടീഷൻ എന്താ? there should be centripetal force. എന്താ centripetal ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ? mv² ഡിവൈഡഡ് ബൈ ആർ ആണ്. സോ mv² ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു, ആരാണ് ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത്? എൻ്റെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ള ഫോഴ്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബി. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാ. ഇവിടെ ഞാൻ കണ്ടു എൻ്റെ വിയും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലറാ, വിച്ച് മീൻസ് ക്യൂ വി ബി എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു v² ഡിവൈഡഡ് ബൈ ആർ. So we get cancelled. Then I can write the expression for the radius of this circle will be equal to r is equal to mv divided by qb എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദിസ് ഈസ് ദ റേഡിയസ്. ഈ ഒരു പാത്തിൻ്റെ റേഡിയസ് ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്, mv ഡിവൈഡ് ബൈ qb. ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേപോലെ എനിക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സിൻസ് ദിസ് ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡ് ബൈ ക്യൂ പി, എനിക്ക് എന്ത് ചെയ്യുക? വിയുടെ എക്സ്പ്രഷനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. മൈ വെലോസിറ്റി എക്സ്പ്രഷൻ വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു ക്യൂ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. ഈ ഒരു എക്സ്പ്രഷനും കൂടെ ആലോചിച്ച് വെച്ചോ. വേറെ ഒന്നുമില്ല, നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ
ഇതിലുള്ള ഈ ഒരു mv² ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു QVB ആണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ബേസിക്സ്, അതായത് ഏതൊരു സാധനം കറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? എൻ്റെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഫോഴ്സ് ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു QVB. ഓക്കെ ആണല്ലോ, പക്ക ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പോകുകയാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ആ റേഡിയസിൻ്റെതും കണ്ടു, അതേപോലെ തന്നെ ഇതിൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷനും കണ്ടു. യൂസ്ഫുൾ ആകുന്ന 2 എക്സ്പ്രഷനും കൂടെ നമുക്ക് എഴുതി നോക്കാം. കറങ്ങുന്നതായതുകൊണ്ട് അതിൻ്റെ ആംഗുലാർ ഒമേഗ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒമേഗ ഈക്വൽ ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും V is equal to R ഒമേഗയാണ്. വിച്ച് മീൻസ് മൈ ഒമേഗ ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R ആണല്ലോ. ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇവിടെ എന്താ കിട്ടുക? QB ഡിവൈഡഡ് ബൈ M എന്ന് കിട്ടും. അപ്പോൾ അടുത്ത എക്സ്പ്രഷനും കൂടെ ചെറുതായിട്ടൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ഈ ഒരു സർക്കുലാർ മോഷൻ്റെ ഒമേഗ കാണാനുള്ള എക്സ്പ്രഷനാണ്. ഓൾ റൈറ്റ്. ഇനി അതേപോലെ തന്നെ ഈ ഒരു സർക്കുലാർ എക്സ്പ്രഷൻ്റെ ടൈം പീരിയഡ് എങ്ങനെ കാണാനായിട്ട് പറ്റും? ടൈം പീരിയഡ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ കറങ്ങുകയാണ്. ഓഫ് കോഴ്സ് ഒരു സർക്കിൾ ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമാണ് ആവശ്യമായിട്ടുള്ളത്? ടൈം പീരിയഡ് വിൽ ബി ഈക്വൽ ടു 2πr ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. വിച്ച് മീൻസ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ V/R എന്ന് വെച്ചാൽ എന്താ? V/R എന്ന് വെച്ചാൽ ഒമേഗയാണ്. സോ യു ക്യാൻ ഓൾസോ റൈറ്റ് 2π/ω, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമേഗ ഈക്വൽ ടു 2π/t, അല്ലെങ്കിൽ T/2π 1/ω ഒക്കെ പഠിച്ചതാണ്. ദിസ് വിൽ ബി ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ഒമേഗ എന്താ? QB ഡിവൈഡ് ബൈ M ആണ്. സോ QB ഡിവൈഡ് ബൈ M. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടൈം പീരിയഡ് എന്നുള്ള എക്സ്പ്രഷൻ കൂടെ കിട്ടിയല്ലോ. 2πm ഡിവൈഡ് ബൈ QB ആണ് ദ ടൈം പീരിയഡ് ഫോർ ദിസ് സർക്കിൾ. ഇതിങ്ങനെ ഒരു വട്ടം കറങ്ങാൻ ആവശ്യമായിട്ടുള്ള സമയമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുകയാണ്. റെഡി ആയിട്ടിരിക്കുക. എനിവേ ഹിയർ ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെരി ഈസി ക്വസ്റ്റ്യനാണ്. നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിക്കേ. ജെയിലൊക്കെ പ്രീവിയസ് ഇയറിൽ ഒത്തിരി ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. തെറ്റിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് എ സൈക്ലോട്രോൺ ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് എ പ്രോട്ടോൺ ഇഫ് ദ ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് B തന്നിട്ടുണ്ട്, ആൻഡ് ദ റേഡിയസ് ഓഫ് സൈക്ലോട്രോൺ ഈസ് R തന്നിട്ടുണ്ട്, ആൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി ആക്സിലറേറ്റഡ് പ്രോട്ടോൺ ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. കൈനറ്റിക് എനർജിയാ, വെരി സിമ്പിൾ, നോ പ്രോബ്ലം. കാരണം എന്താ? എനിക്കറിയാം കൈനറ്റിക് എനർജിയുടെ ബേസിക് ഡെഫിനിഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. സൈക്ലോട്രോൺ മോഷൻ ആയതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് ട്രാക്കിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ വിച്ച് മീൻസ് എനിക്കിതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാനായിട്ട് പോവാം. ദിസ് ഈസ് ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ 2m അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇൻ ടേംസ് ഓഫ് മൊമെൻറ്റം. നൗ വാട്ട് ഈസ് മൈ മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താ? മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mv ആണ്. സോ m² v² ഡിവൈഡ് ബൈ 2m. ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2m ഇൻറ്റു m² ഇൻറ്റു വാട്ട് ഈസ് മൈ v? തൊട്ട് മുന്നേ ഞാനിതാ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ v എന്ന് പറയുന്നത് r³ ഡിവൈഡഡ് ബൈ m. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? r² q² b² ഡിവൈഡഡ് ബൈ m² എന്ന് കിട്ടും. സോ m² ക്യാൻസൽ ചെയ്ത് പോയി. ദിസ് വിൽ ബി ഈക്വൽ ടു ദ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു r² q² b² ഡിവൈഡഡ് ബൈ 2m എന്ന് കിട്ടും. ഈക്വൽ ടു r എത്ര ഏതാണ് തന്നിട്ടുള്ളത്? റേഡിയസ് ഇസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ ആണ്. 60 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇസ് ഈക്വൽ ടു 0.6. സോ 0.6 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യൂ എത്ര? ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിൻ്റെ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻90 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ബി എത്ര? 1² ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു m മാസ് ഓഫ് ദി പ്രോട്ടോൺ. അതും ഇവിടെ തന്നിട്ടുണ്ട്. 1.6 ഇൻറ്റു 10⁻27 ആണ്. 1.6 into 10⁻27. Now we just have to find this one. ഇതിൻ്റെ എന്ത് കണ്ടാൽ മതി? സിംപ്ലിഫിക്കേഷൻ കണ്ടാൽ മതി. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ദിസ് ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ തന്നിരിക്കുന്ന സാധനത്തിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വോൾട്ടിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇത് ഈസിയാണ് ചെയ്യാനായിട്ട്. 1 അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇവിടെ 0.6 ഹോൾ സ്ക്വയർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 1.6 ഹോൾ സ്ക്വയർ ഇവിടെ ഉണ്ടാകും. അതിൽ ഓരോന്ന് ക്യാൻസൽ ചെയ്തു. ബാക്കി 10⁻⁻19 10⁻⁻27 ഉണ്ട്.
സോ അതിൻ്റെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര ക്യാൻസൽ ചെയ്ത് പോകും? 27 എന്ന് പറയുമ്പോൾ 7 + 1, ബാക്കി 10 to the power -8 ആണ് ഉണ്ടാകുക. ബാക്കി 0.6 36 / 2 18 ഉണ്ടാകും. സോ വിച്ച് മീൻസ് 18 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? നിയർലി 18 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, വിച്ച് മീൻസ് ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 18. ക്ലിയർ ആയിട്ടുണ്ടോടാ? ഓക്കെ അല്ലേടാ? സോ ഓൾ ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ഡി ആണോ കിട്ടുക, ബി അല്ലേ കിട്ടുക? മുഹമ്മദ് സഫ്വാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓൾ റൈറ്റ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ബി തന്നിട്ടുണ്ട് എനിക്ക് ഓൾറെഡി. ആൻഡ് ആസ് ആൻ ആക്സിലറേഷൻ എ തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ദ ആൽഫയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ വി ഹാവ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ്ഡ് പാർട്ടിക്കിളാണ് തന്നത്, മാഗ്നറ്റിക് ഫീൽഡിലാണ് മൂവ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അവിടെ ഉണ്ടാകുന്ന ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? Q × V × B ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു Q × V × B എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. നൗ വാട്ട് ഈസ് മൈ ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. എൻ്റെ ആൽഫ I ക്യാപ്പും -4 J ക്യാപ്പുമാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യങ്ങളും തന്നിട്ടില്ല. മേ ബി സീംസ് ടു ബി കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. I ക്യാപ്പ് J ക്യാപ്പ് ഇത് തന്നിട്ടുണ്ട്, ഡയറക്ഷൻ തന്നിട്ടില്ല. ഇഫ് ഇറ്റ് ഈസ് ഹാവ് ആൻ ആക്സിലറേഷൻ ആൽഫ I ക്യാപ്പ് -4 J ക്യാപ്പ്, ദെൻ ദ വാല്യൂ ഓഫ് ദി ആൽഫ വിൽ ബി. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള, ആക്സിലറേഷനും പിന്നെ അതേപോലെ തന്നെ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഫോഴ്സ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? V × B ആ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ദിസ് ഈസ് ഈക്വൽ ടു ദ F is equal to Q × V × B ആണ്. ഇതിൽ ഹിഡൻ ആയിട്ടുള്ള സംഭവമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതിൻ്റെ ഡയറക്ഷനിലാണ്? V × B യുടെ ഡയറക്ഷനിലാണ്. V × B യുടെ ഡയറക്ഷൻ ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കും? വിച്ച് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് V ആൻഡ് B. ആ ഒരു ഡയറക്ഷൻ അല്ലേ ക്രോസ് ചെയ്താൽ കിട്ടുള്ളൂ. A × B എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ദ ഫൈനൽ ഡയറക്ഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് V ആൻഡ് B. അതല്ലേ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? മൈ ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി എന്ന് പറഞ്ഞൂടെ? ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി, വിച്ച് മീൻസ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വെക്റ്റർ എ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു വെക്റ്റർ ബി ഓർ വെക്റ്റർ വി അല്ലേ? വെക്റ്റർ ബി ഓർ വെക്റ്റർ വി അല്ലേ? ഇവിടെ ബി മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആണ് തന്നിട്ടുള്ളത്. സോ വി എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. വി ഓർ ബി രണ്ടും വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഇവിടുന്ന് ബി ആകുന്നുള്ളതുകൊണ്ട് A.B മസ്റ്റ് ബി ഈക്വൽ ടു 0. കാരണം ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാ. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതൊരു സാധനത്തിനെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആണ്. ഇനി നിങ്ങൾക്ക് കീ കിട്ടി. അതായത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിന്ന് ഫസ്റ്റ് കീ ആണ് കണ്ടെത്തേണ്ടത്. എവിടെയാണ് ലൂപ്പ് ഹോൾ? ക്വസ്റ്റ്യനിലെ ലൂപ്പ് ഹോള്. സോ ദാറ്റ്സ് ഈക്വൽ ടു A.B ഈക്വൽ ടു 0. ഇതാണ് എൻ്റെ കണ്ടീഷൻ. A എത്രയടാ? A 2 I ക്യാപ്പ് പ്ലസ് 3 J ക്യാപ്പ്. നൗ ഡോട്ട് വിത്ത് ബി. ബി എന്ന് വെച്ചാൽ ആൽഫ I ക്യാപ്പ് -4 J ക്യാപ്പ്. ദിസ് വിൽ ബി ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ 2 ആൽഫ -12 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2 ആൽഫ ഈക്വൽ ടു 12 ആണ്. ആൽഫ ഈക്വൽ ടു 12/2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 6 ആണ്. ആൽഫ ഈക്വൽ ടു 6. ഈസി. ആൽഫ ഈക്വൽ ടു 6. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? കിട്ടിയോടാ? യെസ്, കുറച്ച് പേര് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. കൂൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലതും വന്നിട്ടുള്ളത്. നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയി പഠിച്ചു പോയാൽ ഈസിയാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഫസ്റ്റ് ടാർഗറ്റ്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം.
So here is the next question. A proton and an alpha particle of the same velocity enter in a uniform magnetic field which is acting perpendicular to their direction of motion. Ratio of the circular path described by the particle, alpha particle and the proton will be. നേരത്തെ നമ്മൾ കണ്ടു റേഡിയസ് ആണ്. റേഡിയസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേഡിയസ് ഇസ് ഈക്വൽ ടു mv ഡിവൈഡഡ് ബൈ qb എന്നാണ് കിട്ടിയിട്ടുള്ളത്. വിച്ച് മീൻസ് ഇവിടെ ആൽഫ പാർട്ടിക്കിളും പ്രോട്ടോണും ആകുന്ന സമയത്ത് ആരൊക്കെയാണ് മാറ്റമായിട്ടുണ്ടാകുക? ആൽഫ പാർട്ടിക്കിളിൻ്റെയും പിന്നെ അതേപോലെ തന്നെ പ്രോട്ടോണിൻ്റെയും മാസും അതേപോലെ തന്നെ ചാർജുമാണ് മാറ്റമായിട്ടുള്ളത്. വിച്ച് മീൻസ് മൈ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എം ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് എനിക്കറിയാലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ ആർ ഓഫ് ദി പ്രോട്ടോൺ വിൽ ബി ഈക്വൽ ടു mass of the alpha particle divided by mass of the proton into radius of the proton divided by radius alla charge of the proton divided by charge of the alpha particle എന്ന് കിട്ടും. ഈക്വൽ ടു ഈസിയാണ് ഇനി കാര്യങ്ങൾ. കാരണം മാസ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിളും പ്രോട്ടോണും എങ്ങനെയാണ് മാറ്റുള്ളത്? 4ന്റെ ഡിഫറൻസ് ആണുള്ളത്. വിച്ച് മീൻസ് 4 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ചാർജ് ആണെന്നുണ്ടെങ്കിലോ 1/2. സോ ദിസ് ഈസ് ഈക്വൽ ടു 2. ഓപ്ഷൻ ഏതാണടാ? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, സി. 2:1 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? സഫ്വാന് കിട്ടിയിട്ടുണ്ട്. യെസ്, റോയൽ കിങ്ങിനൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ചോദ്യമാണ്. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് ക്യൂ ആൻഡ് മാസ് എം ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി തന്നിട്ടുണ്ട്. വി ഈസ് മൈനസ് ഐ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. Towards a large screen placed in the YZ plane at a distance d. If there is a magnetic field B0 K cap, then the minimum value of the V for which the particle will not hit the screen is. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. ഓഫ് കോഴ്സ് ഈ പ്ലെയിനിൽ മുട്ടരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ മുട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഡയറക്ഷൻ നോക്കുക. മൈനസ് വി ഐ ക്യാപ്പിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പ്ലെയിനിനെ ഇങ്ങോട്ട് വെക്കുകയാണ്. ഓഫ് കോഴ്സ് ഇതെൻ്റെ YZ പ്ലെയിൻ ആണ്. എൻ്റെ കാരണം YZ പ്ലെയിനിലാണ് അതുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലേസ്ഡ് ഇൻ YZ പ്ലെയിൻ. നൗ വി ഹാവ് ടു ഫൈൻഡ് എ ഡിസ്റ്റൻസ് d സച്ച് ദാറ്റ് ദിസ് വിൽ നോട്ട് ഹിറ്റ് ദിസ് വൺ. ഇതിൽ ഹിറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് ആര് പൊക്കോണ്ടിരിക്കുന്നുണ്ട്? പാർട്ടിക്കിൾ ഓഫ് ചാർജ് ക്യൂ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി മൈനസ് വി ഐ ക്യാപ്പ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഇതാണ് ആ സാധനം വന്നുകൊണ്ടിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇത് ഇവിടുന്ന് ഹിറ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആകെ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. എന്താണത്? ഇത് ഇവിടുന്ന് കർവ് ചെയ്ത് പോകണം, വളഞ്ഞ് തിരിഞ്ഞ് പോകണം, അത്രേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് എങ്ങനെയായാലും ഇവിടെ ഹിറ്റ് ചെയ്തിട്ടാ പോകുള്ളൂ. എങ്ങനെയായാലും ഹിറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ വളഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ എങ്ങനെ എൻ്റെ കർവിങ് വരിക? കർവിങ് വരുന്നത് ഇതിൻ്റെ ഡിസ്റ്റൻസ് എനിക്കറിയാം. മേ ബി ഇതൊരു പ്ലേറ്റ് ആണ് തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് മേ ബി സംതിങ് ലൈക്ക് ദിസ്. ഇതേപോലത്തെ ഒരു സാധനമായിരിക്കും. ഇങ്ങോട്ട് ബാക്കി അതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടാകാം. സോ തീർച്ചയായിട്ടും ഈ ഒരു സാധനം എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ നിന്നും കർവ് ചെയ്യാനായിട്ട് തുടങ്ങണം. കർവ് ചെയ്ത് ഈ പ്ലേറ്റിൽ തട്ടാതെ പോകാനുള്ള മിനിമം ആണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. സി ഇവിടുന്നാണ് ഇത് കർവ് ചെയ്യാൻ തുടങ്ങുന്നത്. വിച്ച് മീൻസ് കർവ് ചെയ്യാൻ തുടങ്ങി ഇതിങ്ങനെ ഇങ്ങനെ പോയിട്ട് സൈഡിലൂടെ അങ്ങ് തട്ടി മാറി പോകണം. വിച്ച് മീൻസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്താടാ? ആക്ച്വലി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ കർവ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? R is equal to QV. R is equal to എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊട്ട് മുന്നേ. നമ്മൾ ഇക്വേഷനിൽ പഠിച്ചാൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് MV ഡിവൈഡഡ് ബൈ QB ആവണ്ടേ? MV ഡിവൈഡഡ് ബൈ QB. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഇതാണ് എൻ്റെ D എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൻ്റെ D. ദിസ് ഈസ് ഈക്വൽ ടു D. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ V ആണ് ഇവിടെ ചോദിച്ചത്. സോ V ഈസ് ഈക്വൽ ടു QBD divided by M. Very easy question. QBD divided by M. QBD divided by M. Option C is the correct answer. Easy. Clear ആയിട്ടുണ്ടോടാ? ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾ ആദ്യം ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എനിവേ അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ചോദ്യം കൂടുതലായിട്ട് വരുന്നത് ആംബിയേഴ്സ് ലോയിൽ നിന്നാണ്. ആംബിയേഴ്സ് ലോയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആംബിയേഴ്സ് ലോ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു? ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു.
അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്ത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇനീഷ്യലി നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കുണ്ടാകുന്നത് എൻ്റെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചുറ്റും ആരുണ്ടാകുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ളതാണ് ആംബിയസ് ലോ പറയുന്നത്. ആംബിയസ് ലോ ഈസ് സിമിലർ ടു ഗോസസ് ലോ. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ എന്ത് ഉപകാരമാണോ തരുന്നത് അതേപോലെയാണ് ആംബിയസ് ലോ തരിക. ഗോസസ് ലോ എന്തായിരുന്നു നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്, ഇലക്ട്രിക് ഫീൽഡ് കാണാനായിരുന്നു. സോ ഇവിടെ എന്തിനാണ് അഡ്വാൻറ്റേജ് ഉള്ളത്, ഇവിടെ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനാ, ഈസി. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും, ആംബിയസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, മൈ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, അതിന് ഞാൻ മാറ്റി എഴുതിയതാണ് μ0 I എൻക്ലോസ്ഡ്. ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ ടേമിൽ ആലോചിച്ചിരുന്നാൽ മതി. മൈ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഏരിയയാണ് വിൽ ബി ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഇതിൻ്റെ ഉള്ളിലുള്ള ടോട്ടലായിട്ടുള്ള കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് ബേസിക്കായിട്ട് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട സാധനം. അതാണ് നിങ്ങളോട് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ആളുകളെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തുണ്ട്, എൻ്റെ കയ്യിലൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അതായത് എല്ലാം അലൈഡ് 0 ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. നോ ഇവിടെ ഇങ്ങോട്ടൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇതിലൂടെ ഒരു കറണ്ട് പോയ സമയത്ത് ഞാനൊരു ഗാൽവനോമീറ്റർ വെച്ചിട്ട് അവിടുന്ന് ഡിഫ്ലക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, വിച്ച് മീൻസ് ഇത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണണം. എങ്ങനെ കാണാം, ഈ ഒരു ഇക്വേഷൻ വെച്ച് കാണാൻ പറ്റുമോ നോക്കാം. എങ്ങനെ കാണാം, ഇവിടെ നോക്കിക്കേ, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. മേ ബി ഐ ആം ജസ്റ്റ് ടേക്കിംഗ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഹാവിങ് സം ഇൻഫിനൈറ്റ് ലെങ്ത്ത്. പക്ഷേ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് I ആണ്. എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നും ഇതിൽ നിന്നും ഒരു 6 അകലത്തിൽ, അതായത് നേരെ പോകുന്നതിൽ ഒരു 6 അകലത്തിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കാണണം. വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അപ്പോൾ എന്താ ചെയ്യാനായിട്ട് പറ്റുക, ഞാൻ പഠിച്ചത് പ്രകാരം ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ് ആ. നൗ വാട്ട് ഈസ് ബി, ബി ആണ് എനിക്ക് കാണാനുള്ളത്. സോ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്, ഡി എസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ കാണുന്ന ഈ ഒരു ആംബീരിയൻ ലൂപ്പിൻ്റെ ഏരിയ അല്ലേടാ അത്, ആംബീരിയൻ ലൂപ്പിൻ്റെ ഡി എസ് അല്ലേ അത് വരിക. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ആംബീരിയൻ ലൂപ്പ് എന്താണ്, ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഡി എസ് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മേ ബി ഓർ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുക. എസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ആണ്. ബി ഡോട്ട് ഡി എൽ ഇതിൽ ഡി എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് മാത്രം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൺഫ്യൂഷൻ ആകാം, കാരണം എസ് പല സ്ഥലങ്ങളിലും നിങ്ങൾ ഏരിയ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എൽ എന്താ വരിക, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എത്ര വരിക, 2πr ആണ് വരിക. സോ ബി ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ആംബീരിയൻ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കറണ്ട് അത് എത്ര I ആണ്. സോ വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു I. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബി എന്താ വരിക, ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു I എൻക്ലോസ്ഡ് എന്ന് കിട്ടും. ഏതിൻ്റെത്, നിങ്ങളുടെ കയ്യിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ട്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, അതിൽ R എന്ന് പറയുന്ന അകലത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ബി ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2πr. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, നേരെ ഏത് ഡയറക്ഷനിലാണോ കറണ്ട് പോകുന്നത് അവിടെ നേരെ തമ്പ് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ തമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ഇവിടെ ഉണ്ടാവുക, ഇവിടെ ഇങ്ങോട്ടുണ്ടാകും. ക്ലിയർ? ഓൾ ക്ലിയർ? ഓക്കെ. ഇനി നോക്കിക്കേ, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇതേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളൊരു ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു ഫിഗറിൻ്റെ ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിക്കേ. അപ്പോൾ ഇവിടെ എന്തുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇതേപോലെ കുറേയധികം വലിയ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലിങ്ങനെ ചുറ്റി വെച്ചതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കാണാനായിട്ട് പറ്റും, ദിസ് വിൽ ബി ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഇവിടെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ഇതിൻ്റെ ആംപീരിയൻ ലൂപ്പ് എടുക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്, വിച്ച് മീൻസ് ബി ഇൻറ്റു
2 pi r is equal to mu 0 into ഇതിലെ കറണ്ട് ക്യാരിങ് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ടോട്ടൽ കറണ്ട് എത്ര ആയിരിക്കും ni ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് മൈ b is equal to mu 0 ni ഡിവൈഡഡ് ബൈ 2 pi r എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുണ്ടോടാ? ഈ രണ്ടെണ്ണത്തിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് പിന്നീട് ഏറ്റവും അടിപൊളിയായിട്ട് ആവശ്യമായിട്ട് വരുന്ന സംഭവമാണ്. എനിവേ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒന്നുകൂടെ വ്യക്തത കിട്ടും. എനിവേ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്കുലാർ കോയിൽ ഓഫ് 2 turns produces a magnetic induction of B1 at its center. The coil is unwounded and rewounded into a circular coil of 5 turns and the same current produces a magnetic field of B2. Then B2 divided by B1 will be. ഈസി ആണ്, കാരണം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇതിലുണ്ടാകുന്ന എഫക്റ്റ് എന്നുള്ളത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടു, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ B2 ഡിവൈഡ് ബൈ B1 എന്തായിരിക്കടാ? B2 ഡിവൈഡഡ് ബൈ B1 must be equal to directly proportional to N and inversely proportional to R. So N2 divided by N1 into R1 divided by R2 എന്ന് കിട്ടും, equal to N2 divided by N1 divided by N1 into what is my R1 divided by R2. R1 divided by R2 ഇവിടെ എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? അതിന് ഒരേ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കോയിൽ ഈസ് അൺവൗണ്ടഡ് ആൻഡ് ഈസ് റീവൗണ്ടഡ് ഇൻ ടു എ സർക്കുലാർ കോയിൽ ആൻഡ് ദ സെയിം കറണ്ട് പ്രൊഡ്യൂസസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ B2. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ B1ഉം B2ഉം സെയിം ആണ് അല്ലേ? B1ഉം B2ഉം സെയിം ആണ് എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് എൻ്റെ B1 എത്രയായിരിക്കും? B1 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു mu 0 I into N1 ഡിവൈഡഡ് ബൈ 2R1 ആണ്. അതേപോലെ എൻ്റെ B2 എന്ന് പറയുന്നത് mu 0 I N2 ഡിവൈഡ് ബൈ 2R2 ആണ്. 2R2 ആണ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ R1 ഡിവൈഡഡ് ബൈ R2 എന്തായിരിക്കും? R1 ഡിവൈഡ് ബൈ R2 വിൽ ബി ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 ആയിരിക്കും അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ നിങ്ങളൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കേ. സോ റൈറ്റ് നൗ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1. കാരണം എനിക്ക് വേറെ ഒരു ഫാക്റ്റും അറിയില്ല, അതുകൊണ്ടാണ്. സോ N2 സ്ക്വയർ ഡിവൈഡ് ബൈ N1 സ്ക്വയർ എന്ന് വരും. N2 സ്ക്വയർ എത്ര? N2 5 ആണ്, N1 4 ആണ്. സോ 5 സ്ക്വയർ 25 ആണ്, N1 എത്രയാണ്? 4 ആണ്. 25 ഡിവൈഡ് ബൈ 4. യെസ്, കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അതായത് ഞാൻ നേരെ കണ്ടു, ഈസിയാണ് ഇപ്പോൾ പറഞ്ഞ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ചെയ്യാം. ആൻ ഇലക്ട്രിക് ചാർജ് ഓഫ് പ്ലസ് ക്യൂ മൂവ് വിത്ത് വെലോസിറ്റി V is equal to 3I cap plus 4J cap plus K cap and an electromagnetic field is given by E is equal to 3I cap J cap plus 2K cap and B is equal to I cap J cap minus 3K cap. So electric charge moving with velocity തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. The Y component of the force experienced by the Q is equal to Y component ആണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ എത്ര ടൈപ്പ് ഫോഴ്സ് ഉണ്ടാകും? 2 ടൈപ്പ് ഫോഴ്സ് ഉണ്ടാകും. കാരണം ദിസ് ഈസ് മൂവിങ് ഇൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും പോകുന്നുണ്ട്. എന്താ എൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? QE ആയിരിക്കും. എൻ്റെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ Q ഇൻറ്റു V ക്രോസ് B ആയിരിക്കും. റൈറ്റ്, ഇനി നോക്കുക, ടോട്ടൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇവരെ രണ്ടും ആഡ് ചെയ്താൽ മതി. So this which means my F is equal to QE plus Q into V cross B. ഇത് ആഡ് ചെയ്താൽ പോരെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ Q കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. E പ്ലസ് V ക്രോസ് B ഇത് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റെ ഇതിൻ്റെ J കമ്പോണൻറ്റ് മാത്രമാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്, വേറെ ഏതും ചോദിച്ചിട്ടില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു, ഓഫ് കോഴ്സ് എനിക്ക് ഇനി പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കാണണം? എൻ്റെ V ക്രോസ് B കാണണം. ഈ കാരണം എനിക്ക് ഓൾറെഡി അറിയാം. സോ മൈ V ക്രോസ് B വിൽ ബി ഈക്വൽ ടു I ക്യാപ്പ് J ക്യാപ്പ് K ക്യാപ്പ് V ക്രോസ് B ആണ്. V അപ്പോൾ എത്ര വരിക? 3 4 1 വരും. സോ 3
4 1. ബി എത്ര വരും? ബി എന്ന് പറയുന്നത് 1 1 മൈനസ് 3 വരും. 1 1 മൈനസ് 3 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഐ ക്യാപ്പ് ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 3 മൈനസ് 12 വരും. സോ മൈനസ് 12 മൈനസ് 1 എന്ന് വരും. മൈനസ് 12 മൈനസ് 1 എന്ന് വെച്ചാൽ മൈനസ് 13 ആണ്. സോ മൈനസ് 13 ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഈ റോയും കോളും ഒഴിവാക്കിയാൽ 3 ഇൻറ്റു മൈനസ് 3 മൈനസ് 9 ആണ്. മൈനസ് 1 വരും. സോ മൈനസ് 10 വരും. സോ ഞാൻ പ്ലസ് 10 ജെ ക്യാപ്പ് ആക്കി പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇത് രണ്ടും റോയും കോളും പോയി കഴിഞ്ഞാൽ 3 മൈനസ് 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 വരും. സോ എൻ്റെ വി ക്രോസ് ബിയുടെ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി. ദിസ് വിൽ ബി ഈക്വൽ ടു മൈ വി ക്രോസ് ബി വിൽ ബി ഈക്വൽ ടു വാട്ട്? വി ക്രോസ് ബി വിൽ ബി ഈക്വൽ ടു മൈനസ് 13 ഐ ക്യാപ്പ് പ്ലസ് 10 ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ്. ഇതാണ് എൻ്റെ വി ക്രോസ് ബി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എഫ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു വി ക്രോസ് ബി അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി. ഇ എത്രയടാ? ഈ തന്നിട്ടുണ്ട് 3 ഐ ക്യാപ്പ് ജെ ക്യാപ്പ് 2 കെ ക്യാപ്പ്. 3 ഐ ക്യാപ്പ് ജെ ക്യാപ്പ് 2 കെ ക്യാപ്പ്. ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് പ്ലസ് ആര് വരും? മൈനസ് 13 ഐ ക്യാപ്പ് പ്ലസ് 10 ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ് എന്ന് വരും. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു ക്യൂ ഇൻറ്റു വാട്ട്? ഇവിടെ 10 ഉണ്ട്, അവിടെ ജെ ക്യാപ്പ്. അപ്പോൾ നമുക്ക് ഏത് മാത്രമേ ആവശ്യമുള്ളൂ? ഞാൻ ടോട്ടലി കാണേണ്ട ആവശ്യമില്ല. എനിക്കെൻ്റെ ഏത് കമ്പോണൻറ്റ് മാത്രം ആവശ്യമുള്ളത്? ജെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളത്. സോ ജെ കമ്പോണൻറ്റ് എത്ര ഇട്ടിട്ടുള്ളത്? 11 ക്യൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയില്ലടാ? യെസ്, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കാലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. A Bx and By are the magnetic field at the center of two coil X and Y respectively, each carrying equal to current. If coil X has 200 turns and 20 cm radius and coil Y has 400 turns and 20 cm radius, then the ratio of the Bx and By are. അപ്പോൾ Bx Byയുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് കാണേണ്ട ഫാക്ടറുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എനിക്ക് കാണേണ്ടത് എൻ്റെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കാണുന്നത്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദി കോയിൽ എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി 2 കോയിലുകളുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നേരത്തെ കണ്ടത് പ്രകാരം എനിക്ക് എന്തുണ്ടാകും? എൻ്റെ ഇക്വേഷൻ പ്രകാരം ജസ്റ്റ് നോക്കിക്കേ, നമ്മൾ തൊട്ട് മുന്നേ എന്ത് കണ്ടുവച്ചിട്ടുണ്ട്? എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻസ് കണ്ടുവച്ചിട്ടുണ്ട് കോയിലിൻ്റെത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദ റേഷ്യോ ആസ് ഇസ് ഈക്വൽ ടു ബി എക്സിൻ്റെയും അതേപോലെ തന്നെ ബി വൈയുടെയും റേഷ്യോ എന്ന് പറയുന്നത് നേരെ എന്ത് ചെയ്താൽ മതി? ബി എക്സ് ഡിവൈഡഡ് ബൈ ബി വൈ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാകും. പിന്നെ എൻ ഐ ഉണ്ടാകുക. എൻ എത്രയാണ്? ഇവിടെ 200 ആണ്. എൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് എൻ്റെ റേഡിയസ് എത്ര? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ദെൻ ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ അടുത്ത റേഡിയസ് എത്രയാണ്? 400 ആണ്. ഡിവൈഡ് ബൈ എത്ര വരും? 400ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് രണ്ടും 20 cm റേഡിയസാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈസി ആണല്ലോ. ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു 1/2 എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. റിയലി ഗുഡ്. കാരണം റേഡിയസ് രണ്ടും സെയിമാ. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 1/2 കിട്ടി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലോങ് സ്ട്രെയിറ്റ് വയർ with a circular cross section having radius r is carrying a steady current I. The current I is uniformly distributed across this cross section. Then the variation of the magnetic field due to the current at a distance r where r is less than r from the center. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് ഈസിയാണ്. കാരണം എൻ്റെ ഒരു വയർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും പക്ഷേ ഞാൻ അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് എ സിലിണ്ടർ അല്ലേ? സിലിണ്ടർ വിത്ത് സം റേഡിയസ് ആർ. അപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മാറുക എന്ന് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ എക്സ്പ്രഷൻ പ്രകാരം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിൽ ബി ഈക്വൽ ടു മ്യൂ 0 ഐ എൻക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് എനിക്ക് കാണേണ്ടത് എങ്കിൽ എൻ്റെ ആംബീരിയൻ ലൂപ്പ് അതിലൂടെ കടന്നു പോകുന്നതായിരിക്കണം. ഓഫ് കോഴ്സ് ആ ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത് ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? ബി ഇൻറ്റു
2 pi r എന്ന് വരും. വേർ സ്മോൾ ലെറ്റർ ആൾ μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. ഐ എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ നോക്കിക്കേ, ഐ എന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ടാ. ടോട്ടൽ കറണ്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ സർഫസ് എന്ന് വെച്ചാൽ ഐ എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഐ ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ അല്ലേ. ഈ എല്ലാ സർഫസിലൂടെ എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഈ ഇത്രയും അറ്റത്തൂടെ പോകുന്നതാണ് എന്ത് വരിക, എൻ്റെ ഐ വരിക. അപ്പോൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഐ ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും, പൈ ആർ സ്ക്വയർ. ആ ഒരു ചെറിയ ഏരിയ വരും പൈ ആർ സ്ക്വയർ. സോ മൈ പൈ ഗെറ്റ് ക്യാൻസൽ, then r get cancel, which means the b is directly proportional to r എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ. ഓക്കെ, ചെയ്തിട്ടുണ്ട്, കുറേ പേര് ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാലോടാ. ഇതൊക്കെ ജെയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മറക്കണ്ട. എനിവേ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an hairpin like shape as shown in figure is made by bending a long current carrying wire. What is the magnitude of the magnetic field at the point P which lie on the center of the semicircle? ഇവിടെ ഉള്ളതാ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനത്തിന് എനിക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന്, ഇവിടെ ഇൻഫിനൈറ്റ് ലെങ്ത്തിലുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കറണ്ട് പോകുന്നത്. ഇതിൻ്റെ അതേ സെയിം ലെങ്ത്തിലുള്ള ഒരു സാധനം ഇങ്ങോട്ട്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ പിയിലുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിതുവരെ പഠിച്ചിട്ടുണ്ടാകുക ഏതായിരിക്കും, എൻ്റെ കയ്യിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫിനൈറ്റ് ലെങ്ത് ആണ് എന്നുണ്ടെങ്കിൽ, സെൻറ്ററിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻഫിനൈറ്റ് ലെങ്ത് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും തുല്യമാണ് ഞാൻ എടുക്കുന്ന പോയിന്റിൽ നിന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ബി ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2 pi r എന്ന് കിട്ടുക. ഇനി അല്ല നിങ്ങൾ ഈ ഒരു പോയിന്റിലൂടെ എടുക്കുന്നത് എങ്കിൽ അത് മാറും, ഡിവൈഡ് ബൈ 4 ഉണ്ടാവുക. കാരണം ഇതിൻ്റെ ഡിവൈഡ് ബൈ 2 ഉണ്ടാകുള്ളൂ, ഒരു ഭാഗം മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു കേസ് അല്ല ഇവിടെ, കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് മാത്രമേ ഇൻഫിനിറ്റി ഉള്ളൂ, ഇവിടെ വരെ എടുത്തു. ബാക്കി ഇതെന്ത് ചെയ്യണം, ഇത് അടുത്ത ഒരു സെമി സർക്കുലാർ ലൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ സെമി സർക്കുലാർ ലൂപ്പിൻ്റെതുണ്ടാകും, ഇതിൻ്റെതുണ്ടാകും. ഈ രണ്ടാളുകളുടെ ഡയറക്ഷൻ നോക്കിക്കേ, ഇയാളുടെ ഡയറക്ഷൻ എങ്ങോട്ടാ, ഇങ്ങോട്ടാ. വിച്ച് മീൻസ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ദിസ് വിൽ ബി ഇൻവേർഡ്, ഉള്ളിലോട്ടാണ് പോകുന്നുണ്ടാവുക, ഡയറക്ഷൻ എങ്ങോട്ടാ. ഇനി ഇയാളുടെ ഡയറക്ഷൻ എങ്ങോട്ടാ, ഇങ്ങോട്ടാ. വിച്ച് മീൻസ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇൻവേർഡ്. അപ്പോൾ ഈ രണ്ടാളുകളെ ആഡ് ചെയ്യും. ഇനി ഇതെങ്ങനെയായിരിക്കും, ഇതും അതേപോലെ. അപ്പോൾ അയാൾ ആഡ് ചെയ്യും. അപ്പോൾ ആ മൂന്നാളുകളെ ആഡ് ചെയ്തതായിരിക്കും എനിക്ക് കിട്ടുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പ്രിസൈസ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ബി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സ്ട്രെയിറ്റ് ലൈൻ, എം ഡ്യൂ ടു സ്ട്രെയിറ്റ് ലൈൻ, പ്ലസ് ബാക്കി ആരും കൂടെ വരും, എം ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സെമി സർക്കിൾ. ഈ രണ്ട് കാര്യങ്ങളല്ലേ ഇടാ വരിക അതിൽ. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ എത്ര വരിക, 2 ഇൻറ്റു μ0 I ഡിവൈഡ് ബൈ 4 pi r ആണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇതുള്ളത്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇത് ഇൻഫിനിറ്റി ആയിരുന്നു, പക്ഷേ അതിനെ പകുതിയാക്കുന്ന സമയത്ത്, ഫൈനൈറ്റ് ആക്കുന്ന സമയത്ത്, അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്ന സമയത്ത് ദാറ്റ് വിൽ ബി ഡിവൈഡ് ബൈ 2 ആയിരിക്കും. സോ 2 ഇൻറ്റു കൂടി 4 pi r ആവും. സോ 2 ഇൻറ്റു μ0 I ബൈ 4 pi r പ്ലസ് എന്ത് വരും, പ്ലസ് μ0 I ഡിവൈഡഡ് ബൈ 4r എന്ന് വരും എൻ്റെ സെമി സർക്കിളിൻ്റെത്. കാരണം സെമി സർക്കിളിൻ്റെ ആംഗിൾ എങ്ങനെ വരിക, ഞാൻ അവിടെ നേരത്തെ കൺസിഡർ ചെയ്തതുപോലെ തന്നെ എൻ്റെ ആംബിയർ ലോ വെച്ച് പ്രകാരം എനിക്ക് എഴുതിയാൽ മതി, μ0 I ഡിവൈഡ് ബൈ 4r കിട്ടും. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഗെറ്റ് ക്യാൻസൽഡ്, μ0 I ബൈ 4r കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 pi r പുറത്തെടുത്താൽ 2 പ്ലസ് പൈ എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോടാ, 2 പ്ലസ് പൈ എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്, ദിസ് വിൽ ബി ഈക്വൽ ടു ഓപ്ഷൻ ഡി ഇസ് എ ഇസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്. ഡിയിൽ 2 pi r. സോ എ ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, എഴുതിയിട്ടുണ്ട് കുറേ പേര്, എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. എ തിൻ റിംഗ് ഓഫ് 10 centimeter റേഡിയസ് carry a uniform distribution charge. The ring rotates at a constant angular speed omega 14 pi rad per second about its axis perpendicular to its plane. If the magnetic field at its center is 3.8 into 10 to the power 9 Tesla, then the charge carried by the ring is closest to, charge carried by the ring. അപ്പോൾ ചാർജ് ആണ് കാണേണ്ടത്,
ബാക്കിയുള്ള എല്ലാ ഫാക്റ്റുകളും എനിക്ക് തന്നിട്ടുണ്ടേ. ഓൾ റൈറ്റ്, എന്തൊക്കെയാണ് തന്നത്? ഒമേഗ തന്നിട്ടുണ്ടേ. ഒമേഗ എന്താണെന്ന് നമുക്കറിയായിരുന്നല്ലോ. ഒമേഗ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഒമേഗയും പിന്നെ അതേപോലെ തന്നെ ബേസിക്കലി വി ഹാവ് ടു ഫൈൻഡ് ദ ചാർജ് ക്യാരീഡ് ബൈ ദ റിംഗ്. അപ്പോൾ ചാർജ് ക്യാരീഡ് ബൈ ദ റിംഗ് എന്ന് വെച്ചാൽ ചാർജിന് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്, ഓക്കെ, നോ പ്രോബ്ലം. റേഡിയസ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർജ് ഇതിങ്ങനെ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടു. എത്രയായിരുന്നു? മൈ ബി ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2r ആണ്. റൈറ്റ്, μ0 I ഡിവൈഡ് ബൈ 2r ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, μ0 I ഡിവൈഡ് ബൈ 2r ആണ്. അപ്പോൾ ഇവിടെ I ആണ് എനിക്ക് കാണേണ്ടത്. പക്ഷേ ഇവിടെ I ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. I അല്ല, ചാർജ് ആണ് കാണേണ്ടത്, Q ആണ് കാണേണ്ടത്. പക്ഷേ I കാണാൻ ഇവിടെ ഒരു വകുപ്പുമില്ല. പക്ഷേ I എന്ത് എനിക്കറിയാം? മൈ I ഇസ് ഈക്വൽ ടു Q ബൈ T എന്നുള്ളത് അറിയാം. ദിസ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ടൈം പീരിയഡ് എന്ന് വെച്ചാൽ എന്താണ്? 2π ബൈ ഒമേഗയാണ്. സോ 2π ഡിവൈഡ് ബൈ ഒമേഗ. അങ്ങനെയാണ് എനിക്ക് ഒമേഗയുടെ ടേമിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് പറ്റുക. സോ അങ്ങനെയാണെങ്കിൽ മൈ ബി ഇസ് ഈക്വൽ ടു μ0 Iക്ക് പകരം Q ഒമേഗ ഡിവൈഡ് ബൈ 2π ഇൻറ്റു 2r എന്നുണ്ടാകും. ദിസ് വിൽ ബി ഈക്വൽ ടു എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുള്ളത്? 3.8. സോ 3.8 ഇൻറ്റു 10⁻⁻9 ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 2π. ഇവിടെ തന്നിട്ടുണ്ടല്ലോ μ0 ഡിവൈഡ് ബൈ 4π എത്രയാണ്? 10⁻⁻7 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാനായിട്ട് പറ്റും എനിക്ക്? μ0 ഡിവൈഡ് ബൈ 4π ഓക്കെ, ഇവിടെ ഉണ്ട് 4π, ഇതാ അവിടെ ഉണ്ട്, ഇതും കൂടെ കൂട്ടിയെടുത്താൽ മതി. സോ μ0 ഡിവൈഡ് ബൈ 4π ഇസ് ഈക്വൽ ടു വാട്ട്? 10⁻⁻7 ആണ്. സോ 10⁻⁻7 ഇൻറ്റു Q അറിയില്ല, അതാണ് കാണേണ്ടത്. ഒമേഗ എത്രയാടാ? ഒമേഗ 40π ആണ്. സോ 40π ഡിവൈഡ് ബൈ r എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് മീൻസ് 0.1 മീറ്റർ ആണ്. ഓൾ റൈറ്റ്, ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ Q is equal to 3.8 ഇൻറ്റു 10⁻⁻1. 0.1 പകരം ഞാൻ അങ്ങനെ എടുക്കുകയാണ്. പിന്നെ 10⁻⁻9 ഉണ്ട്. സോ ടോട്ടൽ 10⁻⁻10 എടുത്തു. ദെൻ ഡിവൈഡ് ബൈ 10⁻⁻7 ഇൻറ്റു 40π എന്ന് കിട്ടും. പൈ എന്ന് വെച്ചാൽ 3.14 ആണ് നിയർലി. പിന്നെ ബാക്കി അവിടെ 1/4 ഉണ്ടാവുക. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു 3.8 ആണ്. റൈറ്റ്, 3.8 ഡിവൈഡ് ബൈ 4π എന്നാണ് വരിക. സോ എനിക്ക് 3.3 ഇൻറ്റു 10⁻⁻5 കൂളോമിൻ്റെ അടുത്തേക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, കിട്ടിയിട്ടുണ്ടല്ലോ, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. കൂളല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാന പാർട്ടായിട്ടുള്ള ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ പ്ലേറ്റ് കണ്ടക്ടർ. നിങ്ങളുടെ കയ്യിൽ 2 പാരലലി പ്ലേസ് ചെയ്തിട്ടുള്ള കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ അവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതെങ്ങനെ കണ്ടെത്തുക? നോക്കിക്കേ, ഇതിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പഠിച്ചത് പ്രകാരം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതെത്രയാണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ. അല്ല എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ബി ഐ എൽ സൈൻ തീറ്റ അല്ലെങ്കിൽ എൽ പെർപെൻഡിക്കുലർ എന്ന് വിളിച്ചാലും മതി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ആ ഒരു റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഒന്ന് നോക്കിക്കേ, ഈ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇയാളെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഇവിടെ ഉള്ള ഫോഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇയാളെടുത്തുനിന്നായിരിക്കും. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഇയാളെ മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് ഞാൻ F1 കാണുകയാണ്, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് കണ്ടക്ടർ. അതെന്തായിരിക്കും? I1 ഇൻറ്റു ഇതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു ഇതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു B2, ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അത് ഇയാളതാണ്. അതെങ്ങനെ കാണാം? നേരത്തെ പഠിച്ചിട്ടുണ്ട്, μ0 I ഡിവൈഡ് ബൈ 2πr. സോ μ0 I2, കാരണം ഇതിലൂടെ ഒഴുകുന്ന കറണ്ടാണ് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം. സോ μ0 I2 ഡിവൈഡ് ബൈ 2π ഇൻറ്റു ഇതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് എ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആംബീരിയൻ ലൂപ്പിൻ്റെത് ആറിന് പകരം എ ആയിരിക്കും. സോ വിച്ച് മീൻസ് എ. So I can write the force will be equal to μ0 I1 I2 divided by 2πa into LA. So from this expression I can write the force per unit length is equal to μ0 I1 I2 divided by 2πa. Clear ആയിട്ടുണ്ടോ?
ദിസ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സാക്ട്ലി സംഭവം ക്ലിയർ ആയിട്ട് വരും. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. So a wire x of length 50 cm carry a current of 2 ampere is parallelly placed to long wire y of length 5 meter. The wire y carries a current 3 ampere. Distance between two wire is 5 cm and the current flow in the same direction. If the force acting on the wire y is, force acting on the wire y, ഇതിലുള്ള ഫോഴ്സ് ആണ് ചോദിച്ചത്. ഓഫ് കോഴ്സ് the force on y will be due to the magnetic field due to this one. അതെന്തായിരിക്കും? അത് is equal to B2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഫോഴ്സ് എഴുതാനായിട്ട് പോവാണ്. ബിഫോർ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് വൺ വിൽ ബി ഈക്വൽ ടു μ0 ഇൻറ്റു ഐ എത്ര ഇവിടെ വരിക? 2 ആണ് വരിക. കാരണം എന്താ? രണ്ടാമത്തെ ആളെ കറണ്ടാണ് ഇതിലെ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ 2 ഡിവൈഡ് ബൈ 2πr എന്ന് വരും. സോ 2π ഇൻറ്റു ആർ എത്രയുടെ? 5 സെൻറ്റിമീറ്റർ ആണ്. സോ 5 ഇൻറ്റു 10⁻². ഇതാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ എന്താ വരിക? ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു, എന്നോട് ചോദിച്ചിട്ടുള്ളത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വയർ വൈ വിൽ ബി, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വയർ വൈ വിൽ ബി ഈക്വൽ ടു μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πr എന്ന് വരിക. അതായത് ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? BIL കൊണ്ടുപോയിട്ട് B ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോ പ്രോബ്ലം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 2π ഇൻറ്റു 5 ഇൻറ്റു 10⁻² ഇൻറ്റു I1 I2. I1 എത്രയാടാ? I1 എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. മറ്റേത് എത്രയാണ്? 3 ആംപിയർ ആണ്. സോ 6 ഉണ്ടാകും. I1 I2 ഇൻറ്റു ലെങ്ത്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ലെങ്ത്ത് ഇസ് ഈക്വൽ ടു, അതിൻ്റെ ലെങ്ത്ത് വൈയുടെ ലെങ്ത്ത് 5 മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ലെങ്ത്ത് ഓഫ് ദി എക്സ് ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ ആൻഡ് ഈസ് പാരലലി പ്ലേസ്ഡ് അലോങ് ദ ലോങ് വയർ ഓഫ് ലെങ്ത്ത് 5 മീറ്റർ. ഓക്കെ, നോ പ്രോബ്ലം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ ദ സെയിം ഇവിടെ എൻ്റെ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വൈ ആണ് കാണേണ്ടത്. വൈയുടെ ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2 വയർ ഇസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് ദി വൈ ഇസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ്. സോ 5 മീറ്റർ ആണെന്ന് തന്നെ തന്നിട്ടുണ്ട്. സോ നേരെ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ ഇനി ഞാൻ അതിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണ്. ഡയറക്ഷൻ നോക്കുന്ന സമയത്ത് എന്താണ് കിട്ടുക? ഡയറക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായാലും ഫോഴ്സ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ BIL സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് ടുവേർഡ്സ് എക്സ് ആയിരിക്കോ അട്രാക്ട് ചെയ്യോ അതോ റിപ്പൽ ചെയ്യോ നോക്കിയാൽ മതി. സോ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ബിക്കോസ് മൈ എഫ് ഇസ് ഈക്വൽ ടു B ഇൻറ്റു I ഇൻറ്റു L സൈൻ തീറ്റ എന്നാണ് വരിക. അതായത് B ഇൻറ്റു L ക്രോസ് B ക്രോസ് ഐൻ്റെ ഡയറക്ഷനിലാണ് വരിക. എന്ന് വെച്ചാൽ I ഇങ്ങോട്ടാണല്ലോ, B എങ്ങോട്ടാണ് അവിടെ ഉണ്ടാവുക? ഇങ്ങോട്ടാണ് ഉണ്ടാവുക. വിച്ച് മീൻസ് I ക്രോസ് B എടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ടുവേർഡ്സ് എക്സ്, ഇങ്ങോട്ടാണ് ഉണ്ടാകുക. സോ അങ്ങനെയാണെങ്കിൽ ടുവേർഡ്സ് എക്സ് ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ബാക്കി എൻ്റെ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡാണ്. μ0 ഡിവൈഡ് ബൈ 4π ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ ജസ്റ്റ് ഇൻറ്റു 2 എന്ന് ചെയ്യുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ μ0 ഡിവൈഡ് ബൈ 4π എനിക്ക് എന്ത് ചെയ്യാം? 10⁻⁻7 എഴുതാം. 10⁻⁻7 ദെൻ 5 ഇൻറ്റു 2 10 ആണ് വരിക. സോ ബാക്കി അവിടെ എന്തുണ്ടാകും? ബാക്കി അവിടെ 6 ഉണ്ടാകും. പിന്നെ അവിടെ ഡിവൈഡ് ബൈ എത്രയുള്ളത്? 5 ഇൻറ്റു 10⁻⁻2 എന്നുണ്ടാകും. അപ്പോൾ 6 ഡിവൈഡ് ബൈ 0.5 എന്ന് വെച്ചാൽ 1/2 കിട്ടി. എന്ന് വെച്ചാൽ 12 വരും. സോ 1.2 ബാക്കി അവിടെ 10⁻⁻7 ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 10 ആയി. സോ അത് പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി 10⁻⁻5 ആണ് ഉണ്ടാവുക. റൈറ്റ്. ഓക്കെ അല്ലേടാ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ ചോദ്യം തന്നെയാണ്. ഫോഴ്സ് 2 പാരലൽ ലോങ് വയർ ആർ kept at 0.2 apart in a vacuum, each carrying a conductor current of XA in a same direction. X ampere ആണുള്ളത്. If the force acting per meter of the each wire is 2 into 10⁻⁻6, the value of the x will be. അപ്പോൾ ഈസിയാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എത്ര എടുക്കുകയാണ്? മേ ബി ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് എക്സ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ എക്സ് അല്ല, ഇവിടെ എക്സ് ആംബിയർ എന്ന കറണ്ടാണ് തന്നിട്ടുള്ളത്. 2 പാരലൽ വയർ ആർ കെപ്റ്റ് അറ്റ് 0.2 സെൻറ്റിമീറ്റർ 0.2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്.
So my force acting per unit length will be equal to mu 0 divided by 2 pi into I1 I2 divided by I1 I2 divided by D ആണ് വരിക. So this will be equal to ഞാൻ into 2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ this will be equal to mu 0 divided by 4 pi എഴുതാൻ പറ്റും 10 to the power minus 7 എഴുതാം. Now what is my I1 and I2? Each carrying a current of x ampere എന്നാണ് പറഞ്ഞത്. So x square വരും divided by D എത്രയാടാ വരിക? ഇവിടെ ഓൾറെഡി ഇൻറ്റു ഒരു 2 കൂടെ ഉണ്ടാകും. ഡിവൈഡ് ബൈ D എന്ന് വെച്ചാൽ 0.2 ആണ് വരിക, 0.2 മീറ്റർ. ദിസ് ഈസ് ഈക്വൽ ടു 2 into 10 to the power minus 6 എന്നുണ്ടാകും. 2 get cancelled. ബാക്കി ഉണ്ടാകുന്നത് -7 ഇതിൽ ക്യാൻസൽ ചെയ്താൽ -1 ആണ് ഉണ്ടാകുക. സോ ഇത് 10 to the power minus 1, ഇത് 2 into 10 to the power minus 1. സോ അങ്ങനെയാണെങ്കിൽ റൂട്ട് എത്ര ഉണ്ടാവുക? ദിസ് വിൽ ബി ഈക്വൽ ടു √2 ഉണ്ടാകും എക്സ്. സോ മൈ എക്സ് ഇസ് ഈക്വൽ ടു √2 1.414. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? യെസ്, സി കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. റിയലി കൂൾ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. A rigid square of loop side A carrying a current I2 is lying in a horizontal surface near the long current I1 carrying the wire in the same plane as shown in figure. Net force on the loop due to the wire will be. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദ ലൂപ്പാ ചോദിച്ചത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ഫോഴ്സ് കാണാം, എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ടോട്ടൽ നെറ്റ് ഫോഴ്സ് കാണാം. വിച്ച് മീൻസ് അതിൻ്റെ ഡയറക്ഷൻസ് നോക്കിയിട്ട് ഈക്വലൈസ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ I1 ഉണ്ട്. ഞാനിനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ആളുകളതും നോക്കുകയാണ്. ഇവിടെ I1 ഉണ്ട്. സോ ഇവിടെ ബാക്കി ആരുണ്ട്? ഇവിടെ എൻ്റെ ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിലൂടെ I2 പോകുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വി ഹാവ് ദ ഫോഴ്സ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു F is equal to BI L സൈൻ തീറ്റ ആയിരുന്നു. അതായത് എൻ്റെ ബിയും എൽ സൈൻ തീറ്റ, വിച്ച് മീൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് എടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എൻ്റെ കയ്യിൽ ഈ ഒരാളും ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യോ? ഇല്ലല്ലോ, കാരണം പാരലൽ അല്ല, പെർപെൻഡിക്കുലർ ആകുന്ന സമയത്ത് എൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? എൻ്റെ ഈ ഒരു ഡയറക്ഷൻ നോക്കിക്കേ, ഇത് രണ്ടാളും എനിക്ക് എന്ത് ചെയ്യില്ല, എൻ്റെ ഫോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ബാക്കിയുള്ളത് ഇയാളും മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഇനി എൻ്റെ ഫോഴ്സ് ഡ്യൂ ടു ദിസ് വൺ വിൽ ബി ഈക്വൽ ടു F/L വിൽ ബി ഈക്വൽ ടു mu 0 I1 I2 ഡിവൈഡ് ബൈ 2 pi A ആണ്, വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. ഡിസ്റ്റൻസ് ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ആദ്യത്തതിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? A ആയിരിക്കും. രണ്ടാമത്തെ ആളുടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2A ആയിരിക്കും. ബാക്കി ഒരു മാറ്റവും എനിക്കില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു അതിൻ്റെ രണ്ടാളെയും ഫോഴ്സ് ഉണ്ടാകുന്നത് ഏതിലാന്നുള്ളത്. ഇവിടെ ഇയാളെ ലെങ്ത് കൂടുതലാ, ഇങ്ങോട്ടുള്ള ലെങ്ത് കൂടുതലാ, ഇങ്ങോട്ടുള്ള ലെങ്ത് കുറവാ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കുറഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് കൂടും. ഫോഴ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും, മറ്റതിൽ കുറവായിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു, അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും mu 0 ഡിവൈഡ് ബൈ 2 pi ഇൻറ്റു I1 I2 ഡിവൈഡഡ് ബൈ A മൈനസ് I1 I2 ഡിവൈഡ് ബൈ 2A എന്നുണ്ടാകും. റൈറ്റ്? ഇൻറ്റു ഫോഴ്സ് ആണ് ചോദിച്ചത്. ഞാൻ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കാണണം, അല്ലെങ്കിൽ A. ഞാൻ ഈ ലെങ്ത്തിനെ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു A. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ഈക്വൽ ടു രണ്ടും നമ്മൾ കണ്ടു. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 1 മൈനസ് 1/2 വരും. 1/2 തന്നെ വരും. സോ mu 0 ഡിവൈഡ് ബൈ 4 pi ഇൻറ്റു I1 I2 എന്നുണ്ടാകും. ക്ലിയർ? I1 I2 ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സോ അട്രാക്റ്റീവ് ആൻഡ് mu 0 I1 I2 ഡിവൈഡ് ബൈ 4 pi എന്നുണ്ടാകും. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? യെസ്, സി ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. സോ ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ലാസ്റ്റ് ചോദ്യം. സോ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് രണ്ട് ലോങ് കണ്ടക്ടർ ഉണ്ട്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D, carrying a current I1 and I2 in the same direction. They exert a force F each other. Now the current on the
current in one of them is increased to 2 times and its direction is reversed. Distance is increased to 3d, then the new value of the force between them is. പുതിയ ഫോഴ്സ് ആണ് ചോദിച്ചത്. വെരി സിമ്പിൾ. കാരണം എഫ് നമ്മൾ കണ്ടു, എഫ് അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു μ0 I1 I2 ഡിവൈഡ് ബൈ 2πa ഇൻറ്റു എൽ എന്നാണ് എൻ്റെ ഫോഴ്സ്. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ആരൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്? 2 long current carrying conductor separated by a distance d carrying a current I1 I2 in the same direction. രണ്ടാളും ഇനീഷ്യലി ഒരേ ഡയറക്ഷനിലായിരിക്കും. ദേ എക്സേർട്ട് എ ഫോഴ്സ് എഫ് ഈച്ച് അതർ. അവർ തമ്മിലുള്ള ഫോഴ്സ് എഫ് ആയിരുന്നു. നൗ ദ കറണ്ട് ഇൻ വൺ ഓഫ് ദം ഈസ് ഇൻക്രീസ്ഡ് 2 times. കറണ്ട് കൂട്ടി 2i ആക്കി. അപ്പോൾ തീർച്ചയായിട്ടും I1 ആൻഡ് I2ൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു 2 വന്നിട്ടുണ്ടാകും. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. അവരെ ഡയറക്ഷൻ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കി. ദ ഡിസ്റ്റൻസ് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ടു 3 times. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 3d ആക്കി മാറ്റി. എന്ന് വെച്ചാൽ ഡയറക്ഷൻ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. നോ പ്രോബ്ലം. സോ ഇവിടെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ 2 ഇൻറ്റു μ0 I1 I2 ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2π ഇൻറ്റു പുതിയ എത്ര 3 times ആക്കി 3d ആക്കി മാറ്റി. സോ 3 എന്ന് വെച്ചാൽ എന്താ കിട്ടുക? 2/3 times കിട്ടും. ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് മാറ്റിയത് കൊണ്ട് എന്ത് ചേഞ്ച് ചെയ്യും? എൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷനും മാറും. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകും. സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ മൂവിങ് ചാർജ് മാഗ്നറ്റിസത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒന്ന് നിങ്ങൾ ആംബിയേഴ്സിലോ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഡിഫറെൻറ്റ് ലൂപ്പുകളിലും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പുകളിലും. ഷേപ്പ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് സ്ക്വയർ, പിന്നെ അതേപോലെ തന്നെ ഇൻഫിനൈറ്റ് ലെങ്ത്, ഫൈനൈറ്റ് ലെങ്ത്, ഈ വക കാര്യങ്ങളാണ് ഒന്ന് ചോദിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ പ്ലേറ്റ് കണ്ടക്ടർ, അതായത് നിങ്ങളെ 2 വയറുകൾ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് പി, ഈ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഫ്രീക്വൻ്റ് ആയിട്ട് JEE മെയിൻസിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ചെയ്ത് പോയിട്ടുള്ളത്. എനിവേ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഏകദേശം ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന്ന് കൂടുതൽ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കാം. കാരണം കമ്പാരറ്റീവ്ലി നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് JEE, അതായത് JEE 2023 ഷിഫ്റ്റ് 1 ഫേസ് 1 കുറേയധികം ക്വസ്റ്റ്യൻസ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് വന്നിരുന്നു. മൂവിങ് ചാർജിൽ നിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. കംപ്ലീറ്റ് പേപ്പർ വൈസ് സൊല്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ആ ചാപ്റ്ററിൽ, അതായത് ഈ ചാപ്റ്ററിൻ്റെ സൊല്യൂഷൻ ഉണ്ടാകും, ചാപ്റ്റർ വൈസ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിർബന്ധമായിട്ടും 2023 ചോദിച്ച ചോദ്യങ്ങളും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് കാണണം. എനിവേ നമുക്ക് വീണ്ടും കാണാം. സോ ഓൾ ദി ബെസ്റ്റ്.